നമുക്ക് ആ ഒരു സ്കോർ കീപ്പറിനെ നമുക്ക് ഇതിന്റെ അടിയിലോട്ട് ആഡ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ സ്കോർ കീപ്പറിനെ. അപ്പോൾ നമുക്കിനി ഇതിനെ നമുക്ക് ഇവിടേക്ക് നമ്മുടെ ആൻസേഴ്സിനനുസരിച്ച് നമുക്ക് ട്രൂ ഓർ ഫോൾസ് എന്നുള്ള ആ ഒരു സ്കോർ കീപ്പർ ആ ഒരു ഐക്കൺസിനെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇവിടേക്ക് ഒരു ഫംഗ്ഷൻ, ഒരു മെത്തേഡിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനായിട്ട് ഞാൻ വോയിഡ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഞാനിവിടെ ആൻസേഴ്സിനെ ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ചെക്ക് ആൻസർ എന്ന് പറഞ്ഞിട്ട് ഒരു നെയിം കൊടുക്കുന്നു. ഓക്കെ, ഇനി നമ്മുടെ ഫംഗ്ഷൻ ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ഇതിനുള്ളിൽ നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ബൂളിയൻ ഡാറ്റ ടൈപ്പ് ആണ്. അതായത് ട്രൂ ഓർ ഫോൾസ് എന്ന് പറഞ്ഞ ഇൻപുട്ട് കൊടുക്കാനായിട്ടാണ്. അപ്പോൾ ഇവിടെ ഞാൻ യൂസർ പിക്ക് ചെയ്യുന്ന ആ ഒരു ഇപ്പൊ ട്രൂ ആണ് പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻപുട്ട് ആയിരിക്കും വരുന്നുണ്ടാവുക, ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻപുട്ട് ആയിരിക്കും ഇവിടെ വരുന്നുണ്ടാവുക. സോ ഞാനിവിടെ യൂസർ സെലക്ടഡ് ആൻസർ എന്ന് പറഞ്ഞ് കൊടുക്കുവാണ്. ഓക്കെ, അങ്ങനെ ഒരു ഇൻപുട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ ഉള്ളിലോട്ട്, ഈ ഒരു മെത്തേഡിന്റെ ഉള്ളിലോട്ട് നമ്മൾ ഈ ബട്ടന്റെ ഉള്ളിലെ കംപ്ലീറ്റ് കാര്യങ്ങളും കോപ്പി ചെയ്യാനായിട്ട് പോവാണ്. അതായത് ഈ ഒരു ഓൺ പ്രസിഡന്റ് ഉള്ളിലെ ഈ സെറ്റ് സ്റ്റേറ്റ് അടക്കമുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ നമ്മുടെ ആ ഒരു മെത്തേഡിന്റെ ഉള്ളിലോട്ട് ഞാൻ പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ക്വിസ് ബാങ്കിലെ ഗെറ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കറന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി ചെയ്യാനായിട്ട് പോകുന്നത് യൂസർ സെലക്ടഡ് ആൻസർ എന്ന ഇതുമായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ നമ്മുടെ ഇവിടെ ഇൻപുട്ട് ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ സെലക്ടഡ് ആൻസർ ആണല്ലേ. അപ്പോൾ ഇത് നമ്മൾ നേരെ നമ്മുടെ ബട്ടണുമായിട്ട് ആക്ച്വലി കണക്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ബട്ടൺ, ഫസ്റ്റ് ബട്ടൺ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇത് ആക്ച്വലി നമ്മൾ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ തൽക്കാലം ഇത് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ നമ്മുടെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുന്ന സമയത്ത് ഇവിടെ നമ്മൾ നമ്മുടെ ആ ഒരു ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു മെത്തേഡിനെ ഞാനിവിടെ കോൾ ചെയ്യാണ്, ചെക്ക് ആൻസർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാനിവിടെ ചെക്ക് ആൻസർ എന്ന് കൊടുക്കുന്നു. ഇവിടെ ഒരു ഇൻപുട്ട് ആക്ച്വലി ചോദിക്കുന്നുണ്ട്, യൂസർ സെലക്ടഡ് ആൻസർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു യൂസർ സെലക്ടഡ് ആൻസർ എന്ന് പറയുന്നത് ഇതിപ്പോ നമ്മുടെ ട്രൂ ബട്ടൺ ആണല്ലേ. ഇതിപ്പോ ട്രൂ ബട്ടൺ തന്നെയാണോ? യെസ്, ട്രൂ ബട്ടൺ ആണ്. അപ്പൊ ട്രൂ ബട്ടണിൽ ഞാനിപ്പോ ട്രൂ എന്ന് തന്നെ പറഞ്ഞു കൊടുക്കുവാണ്. ഓക്കെ, സോ ഇതാണ് ഇപ്പൊ നമ്മുടെ യൂസർ സെലക്ടഡ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ യൂസർ സെലക്ടഡ് ആൻസർ ഇപ്പൊ നമ്മുടെ കറന്റ്ലി ഫസ്റ്റ് ബട്ടണിൽ ട്രൂ ആണ്. ഓൾസോ നമ്മുടെ രണ്ടാമത്തെ ബട്ടണിൽ, ഇവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ ബട്ടണിൽ, ഈ ഒരു ബട്ടണിൽ നമ്മുടെ യൂസർ സെലക്ടഡ്, അതാദ്യം തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമ്മുടെ ചെക്ക് ആൻസർ എന്ന് പറഞ്ഞ ആ ഒരു മെത്തേഡ് കോൾ ചെയ്തു. ഇവിടെ നമ്മുടെ യൂസർ സെലക്ടഡ് ആൻസർ എന്ന് പറഞ്ഞാൽ ഫാൾസ് ആണ്, ബിക്കോസ് ഇത് ഫാൾസ് ബട്ടൺ ആണല്ലേ. അപ്പൊ ആ ഒരു ബട്ടൺസിൽ രണ്ടിലും നമ്മൾ ആ ഒരു മെത്തേഡ് കോൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇവിടെ ആക്ച്വലി ഈഫ് കറക്റ്റ് ആൻസർ, ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഒരു ചേഞ്ച് വരുത്താനുണ്ട്. നമ്മൾ യൂസർ സെലക്ടഡ് ആൻസർ വിച്ച് ഈസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഇതൊരു ചെക്കിംഗ് ആണ് കേട്ടോ. ആക്ച്വലി ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആണ്, അല്ലെങ്കിൽ കറക്റ്റ് ആണെന്ന് ഈക്വൽ ആയിട്ട് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഡബിൾ ഈക്വൽ സൈൻ ഇടുന്നത്. അപ്പോൾ യൂസർ സെലക്ടഡ് ആൻസർ എന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആൻസർ എന്ന് ഞാനിവിടെ കൊടുക്കുകയാണ്. അപ്പോൾ യൂസർ സെലക്ടഡ് ആൻസർ, ഓക്കെ, ആ യൂസർ സെലക്ടഡ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ട്രൂ ആണ്. ഫസ്റ്റ് ബട്ടൺ കേസ് എടുക്കുക. ഇപ്പൊ ആ ഒരു ആൻസർ ട്രൂ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ, അത് കറക്റ്റ് ആൻസർ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ആ യൂസർ സെലക്ടഡ് ആൻസറും ട്രൂ ആണ്, കറക്റ്റ് ആൻസറും ട്രൂ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, കറക്റ്റ് ആൻസർ എവിടെ നിന്ന് കിട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാകില്ലേ? നമ്മുടെ ക്വിസ് ബാങ്കിലെ ഗെറ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്നാണ് ആ ഒരു കറക്റ്റ് ആൻസർ കിട്ടുന്നത്. സോ ഈ രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ നമ്മൾ യൂസർ സെലക്ട് ചെയ്ത ആ ഒരു ട്രൂ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ കിട്ടുന്ന ട്രൂവും നമ്മുടെ കറക്റ്റ് ആൻസറും രണ്ടും ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രിന്റിന് പകരം നമുക്ക് ആ ഒരു നമ്മുടെ ടിക്ക് മാർക്ക് ആഡ് ചെയ്യാം, നമ്മുടെ ആ ഒരു സ്കോർ കീപ്പർ അവർ ഐക്കൺ ആഡ് ചെയ്യാം അല്ലെ. അപ്പോൾ നമുക്ക് ഐക്കൺ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം. നമ്മൾ ആ ഒരു സ്കോർ കീപ്പറിനെ എടുക്കുക, അതിനുശേഷം ഡോട്ട് ആഡ് എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ നമുക്കൊരു ഐക്കൺ ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് അതിനായിട്ട് ഐക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വിഡ്ജറ്റ് നമുക്ക് എടുക്കാം. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഐക്കൺസ് ഡോട്ട് ടിക്ക് മാർക്കിനുള്ളത് ആക്ച്വലി ഡൺ എന്ന് പറഞ്ഞ ഐക്കണാണ് നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡൺ എന്ന് പറഞ്ഞ ഐക്കൺ കൊടുക്കുന്നു. ഇതിന് നമുക്ക് ആക്ച്വലി സ്റ്റൈൽ കൊടുക്കാം, കളർ കൊടുക്കാം. ഇതിന് ഞാനൊരു ഗ്രീൻ കളർ കൊടുക്കുവാണ്. ഓക്കെ, കളർ ഡോട്ട് ഗ്രീൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ആ ഒരു ഐക്കണെ നമ്മൾ ആഡ് ചെയ്തത്. ഇതേ തന്നെ നമുക്ക് എൽസിന്റെ അവിടെ കൊടുക്കാം. ഇവിടെ നമുക്കൊരു
അതായത് ആൻസർ തെറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്ലോസിന്റെ ആ ഒരു ഇൻഡു മാർക്ക് കൊടുക്കാം. അപ്പൊ അതിനായിട്ട് സ്കോർ കീപ്പർ ഡോട്ട് ആഡ് ഒരു ഐക്കൺ ആണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പൊ ഐക്കൺ എന്ന് പറഞ്ഞ വിഡ്ജറ്റ് നമ്മൾ കൊടുക്കുന്നു. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ഐക്കൺ ക്രിയേറ്റ് ചെയ്യുന്നു. ഐക്കൺസ് ഡോട്ട് ക്ലോസ് ഐക്കൺ ആയിരുന്നു, അത് ക്ലോസ് ഐക്കൺ കൊടുക്കുന്നു. ഇനി നമുക്ക് അതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഞാൻ ഇതിനൊരു റെഡ് കളറാണ് ആക്ച്വലി കൊടുക്കുന്നത്. ഓക്കെ, ഇത് രണ്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ യൂസർ സെലക്ട് ചെയ്യുന്ന ആൻസർ, ഇതിപ്പം യൂസർ സെലക്ടഡ് ആൻസർ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഈ ഒരു ബട്ടന്റെ ഉള്ളിലാണ് നമ്മൾ യൂസർ സെലക്ടഡ് ആൻസർ കൊടുത്തത്. സോ ഈ ഫസ്റ്റ് ബട്ടന്റെ കേസിൽ ഇത് ട്രൂ ആണ്, യൂസർ സെലക്ടഡ് ആൻസർ. സോ ഈ ഒരു ട്രൂ ആണ് ഇത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ആ ഒരു ടിക്ക് മാർക്ക് വരും. ഇനി അത് ഫോൾസ് ആണ്, ഈ ഒരു യൂസർ സെലക്ടഡ് ആൻസറും കറക്റ്റ് ആൻസറും സെയിം അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു ക്ലോസ് മാർക്ക് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനായിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഐക്കൺസ് ഇവിടെ അപ്ഡേറ്റ് ആവണം. നമ്മൾ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അപ്ഡേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇതിനെ ഒരു സെറ്റ് സ്റ്റേറ്റിന്റെ ഉള്ളിലോട്ട് ആക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു സെറ്റ് സ്റ്റേറ്റിനെ നമുക്ക് ഇതിന്റെ ഉള്ളിലോട്ടാക്കാം. ഈ ഒരു ഈഫിന്റെ തൊട്ട് മുകളിലായിട്ട് ആ ഒരു സെറ്റ് സ്റ്റേറ്റിനെ ഒന്ന് ആക്കുകയാണ്. എങ്കിൽ മാത്രമേ ഈ ഒരു ഐക്കൺസ് ഇവിടെ റീബിൽഡ് നടന്ന് അപ്ഡേറ്റ് ആവത്തുള്ളൂ. സോ അതിനുശേഷം നമ്മുടെ പ്രോജക്റ്റ് നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഞാൻ ട്രൂ കൊടുക്കുവാണ്. നമ്മുടെ ബട്ടൺസ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ട്രൂ കൊടുക്കുന്നു, ആൻസർ ഓക്കെ. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഫസ്റ്റത്തെ ആൻസർ ഫോൾസ് ആണ്. ഞാൻ ട്രൂ കൊടുത്തു, അപ്പോൾ ഇവിടെ ഇൻഡു മാർക്ക് വന്നു. അടുത്തത് ട്രൂ ആണ്, ഞാൻ ട്രൂ കൊടുക്കുന്നു. അടുത്ത 2-3 ട്രൂ ആണ്, അടുത്തത് ഫാൾസ് കൊടുക്കുന്നു, അത് കറക്റ്റ് ആണ്. സോ ഈ ഒരു രീതിയിൽ നമുക്ക് ആൻസേഴ്സും ക്വസ്റ്റ്യൻസും ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ആ ഒരു സ്കോർ കീപ്പർ അപ്ഡേറ്റ് ആവുന്നുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അപ്പൊ ഇവിടെ വീണ്ടും നിൽക്കുമ്പോൾ പിന്നെയും ആ ഒരു സ്കോർ കീപ്പർ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയി കഴിയുന്ന സമയത്ത് നമുക്കൊരു എന്തെങ്കിലും ഒരു അലേർട്ട് പോലെ എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷനോ അങ്ങനെ എന്തെങ്കിലും വരുന്ന രീതിയിലും കൂടി നമുക്ക് സെറ്റ് ചെയ്തിട്ട് അവിടെ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ ആപ്ലിക്കേഷൻ ഫസ്റ്റ് മുതൽ തുടങ്ങുന്ന രീതിയിൽ റീസെറ്റ് ആവുന്ന രീതി നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അതാണ് ഇനി ചെയ്യാനായിട്ട് പോകുന്നത്.